ഒരു കുഞ്ഞു സ്റ്റോറി ട്ടോ. ഒരു എക്സാം ഹോള്. ആ എക്സാം ഹോളിൽ കുട്ടികളൊക്കെ ഇരുന്ന് എഴുതുകയാണ്. അപ്പൊ ഒരു പെൺകുട്ടി കരയുന്നു. എനിക്ക് എന്റെ പെന്നില്ല, പെണ്ണെടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് ഒരു പെണ്ണ് കൊടുക്കും. 2 പെണ്ണുണ്ടായിരുന്നു ആളുടെ കയ്യിൽ, കൊടുത്തു. അപ്പം ആളുടെ പെണ്ണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം ഒരുവിധം കഴിയാറാവാറായി. ആ സമയത്ത് ഈ കുട്ടിയുടെ പെണ്ണ് പെട്ടെന്ന്, ഈ കൊടുത്ത കുട്ടിയുടെ പെണ്ണ് പെട്ടെന്ന് സ്റ്റക്കായി, എഴുതാൻ പറ്റുന്നില്ല. ചുറ്റും നോക്കിയപ്പോൾ ഈ കൊടുത്ത പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര ശ്രദ്ധിക്കാതെ ഇഗ്നോർ ചെയ്തിട്ട് എഴുതുകയാണ്. ഈ കുട്ടി ആകെ പാനിക്കായി. കാരണം കുറച്ച് ടൈമേ ഉള്ളൂ, എഴുതി കഴിയണം. അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഇനിയും എഴുതാനുണ്ട്. അപ്പൊ അത് വിഷമമായി, സങ്കടമായി. പക്ഷെ അടുത്തിരുന്ന പെൺകുട്ടി പറഞ്ഞു, ഒരു മിനിറ്റ്, എനിക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു മിനിറ്റ് കൊണ്ട് എഴുതി കഴിയാവുന്നതേ ഉള്ളൂ, ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ പെണ്ണ് തരാമെന്ന് പറയും. സ്പീഡിൽ ആ കുട്ടി എഴുതിയിട്ട് ഈ കുഞ്ഞിന് ആ പെണ്ണ് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇതിലിപ്പോ 2 തരം സെൽഫിഷ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരു കുട്ടി ആദ്യം ഭയങ്കരമായിട്ട് പെണ്ണില്ലാത്തത് കൊണ്ട് കരഞ്ഞപ്പോൾ ഈ കുട്ടി കൊടുത്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല പ്രവൃത്തിയാണ്, എല്ലാ മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഈ കുട്ടിയുടെ പെണ്ണ് പെട്ടെന്ന് സ്റ്റെക്കായ സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി അതിനെ ഇഗ്നോർ ചെയ്ത്, ഇപ്പൊ തരാം, അയ്യോ ഞാൻ എഴുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഒട്ടും വില കൊടുത്തില്ല. നന്ദിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യത്തെ ഒട്ടും വില കൊടുത്തില്ല. അവിടെ ഞാനൊരു വലിയ സെൽഫിഷ്നെസ് കണ്ടു. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്തിരുന്ന ഒരു കുട്ടി ആ കുട്ടിയോട് പറയണ്ടായി, ഒരു 10 മിനിറ്റ് താ, ഞാൻ ഇതിന് എഴുതി തീർത്തത് എനിക്ക് പെണ്ണ് തരാം എന്നുള്ളത്. കാരണം അവരുടെ ആവശ്യം നിറവേറ്റുകയും മറ്റുള്ളവരുടെ ആവശ്യവും കാണാൻ പഠിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത്. ആ ഒരു സെൽഫിഷ് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും വേണം. പലരും നമ്മളുടെ ടൈമിനും നമ്മളുടെ സമയത്തിനും നമ്മുടെ കാര്യങ്ങൾക്കും ഒക്കെ ഉപരി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് അവർക്ക് വേണ്ടി മാറി നിന്ന് കൊടുത്തോണ്ടേയിരിക്കും. ആ തരം ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ അത് നേടിക്കൊണ്ടേയിരിക്കും. ആ പെൺകുട്ടി നേടിയ പോലെ നേടിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ശരിക്കുള്ള ലൈഫ്. അങ്ങനെ ഒരു ചെറിയ സെൽഫിഷ്നെസ്, നമ്മളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസും ഞാൻ എന്ന വ്യക്തിയുടെ സന്തോഷത്തിനെയും ആദ്യം കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും അറിയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.